പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിന്നിവിടെ ഈ യോഗം ചേരുന്നത്. CPIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് D. രാജ, അദ്ദേഹം കേരളത്തിലെ ഒട്ടുമിക്ക പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രചരണ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങിൽ നിന്നാണ് പരവൂരിലുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയത്. അവിടെ യോഗം അവസാനിച്ചു. അദ്ദേഹം അവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. ആ സഖാവ് എത്തുമ്പോഴേക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ യോഗം ഇപ്പോൾ തന്നെ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ഈ അസംബ്ലി മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വാഹനങ്ങളായും പ്രകടനമായും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് നമ്മൾ യോഗം നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം രാജ തന്നെ ഇവിടെ വിശദമായി പ്രതിപാദിക്കും. അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും ഇവിടെ വിശദീകരിക്കും എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് മുകേഷ് ഈ അസംബ്ലി മണ്ഡലത്തിലുള്ള ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. കഴിഞ്ഞ 7.5 വർഷത്തോളമായി ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ സാമാജികൻ ഏറ്റവും മെച്ചപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താനായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികനായിട്ടുള്ള അദ്ദേഹം ഈ കഴിഞ്ഞ 10-30 ദിവസക്കാലമായി ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും പല പ്രാവശ്യം ജനങ്ങളെ കാണാനും അവരുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങാനും അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ നമുക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം, വലിയ സ്വീകാര്യത ഇതിനകം തന്നെ നമ്മുടെ സ്ഥാനാർത്ഥി നേടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എതിരാളികൾ വളരെ ശക്തമായ നിലയിൽ സ്ഥാനാർത്ഥിക്കെതിരായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായുമൊക്കെ നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് അവർ പറയുന്നതിനിടയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെ ആക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനും
കേസെടുപ്പിക്കാനുമൊക്കെ വലിയ വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പത്രങ്ങളിൽ വാർത്ത വരുത്താൻ ഉപകരിക്കും എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനത്തെയോ അത് ജനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനമോ ഉണ്ടാക്കുന്ന ഒന്നാവുകയില്ല എന്നറിയാം. ഞങ്ങൾ ചില കാര്യങ്ങൾ നിലവിലുള്ള എംപിയെ സംബന്ധിച്ച് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, വി.എസ്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൽ മന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ UDFൻ്റെ സ്ഥാനാർത്ഥി MLA ആയി മന്ത്രിയായി ഇരുന്നുകൊണ്ട് ചവറ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുകയുണ്ടായി. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വി.എസിൻ്റെ ഗവൺമെൻറ്റിന് ഒരു തുടർ ഭരണം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ 2 സീറ്റിനാണ് നമുക്ക് ഭരണം കൈവിട്ടുപോയത്. അത് ഒന്ന് വി.എസ്. അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന, ഇതേപോലെ തന്നെ വലിയ പ്രചാരവേല നടത്തി അവാർഡുകൾ വാങ്ങി എന്നവകാശപ്പെട്ട ഇദ്ദേഹമാണ് ആ മന്ത്രിസഭയിൽ നിന്ന് തോറ്റ ഏക മന്ത്രി. ആ തോൽവിയാണ് യഥാർത്ഥത്തിൽ വി.എസ്. അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ തുടർ ഭരണത്തിന് വിഘാതമായി തീർന്നത് എന്ന് നമുക്കറിയാം. അന്ന് അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരാളികളും അവരുടെ പാർട്ടിയും മുന്നണിയും, ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരാണവർ, ആ പാർട്ടിയിലാണിപ്പോൾ അദ്ദേഹമുള്ളത്, ആ മുന്നണിയിലാണ് അദ്ദേഹമുള്ളത്. അന്ന് വ്യക്തിപരമായി എന്തെല്ലാം ആക്ഷേപങ്ങൾ ഇദ്ദേഹത്തിനെതിരെ അന്നത്തെ UDF നടത്തി എന്നത് അന്ന് LDFൻ്റെ ഭാഗമായി നിന്ന ഞങ്ങൾക്കെല്ലാം നന്നായി അറിയുന്ന ഒരു കാര്യമാണ്. വ്യക്തിപരമായും കുടുംബപരമായും അധിക്ഷേപങ്ങളുടെ അതിശക്തമായ കുത്തൊഴുക്കുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തന്നെ മാറി നിന്നയാളാണ് അദ്ദേഹം. 3-4 ദിവസത്തേക്ക് അദ്ദേഹത്തെ വീട്ടിൻ്റെ പുറത്ത് കണ്ടില്ല. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ച് ആവേശം അദ്ദേഹത്തിലേക്ക് പകർത്തി എല്ലാ ഉറപ്പുകളും നൽകി അദ്ദേഹത്തെ തിരികെ പ്രവർത്തനത്തിലെത്തിക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അന്നത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും കൂട്ടരും നടത്തിയ അധിക്ഷേപങ്ങളെയും അനാവശ്യങ്ങളെയും അതിശക്തിയായി നേരിട്ടുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ ഉള്ള സാഹചര്യങ്ങളും ഒക്കെ ഈ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ യാതൊരു തരത്തിലുള്ള ആക്ഷേപങ്ങളും അദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായും മുന്നണിയെയും അപഹസിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ആണ് നടക്കുന്നത്. അതിന് അദ്ദേഹത്തെ വിരളി പിടിപ്പിച്ച കാര്യം അദ്ദേഹത്തിൻ്റെ വികസന വാദഗതികളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന അസ്വാരസ്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വികസനത്തെ സംബന്ധിക്കുന്ന ഒരു ബുക്ക് ആദ്യം ഇറക്കി, അതൊരു പ്രത്യേക സപ്ലിമെൻ്റായിട്ടടിച്ച് അദ്ദേഹം വീടുകളിലൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സപ്ലിമെൻറ്റിൽ അദ്ദേഹം അവകാശപ്പെടുന്ന ഒരു കാര്യം 1649 കോടി രൂപയുടെ
ദേശീയപാത വികസിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന കാര്യം അന്നത്തെ ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ അറിയിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ഇത്തരം ഒരു ദേശീയപാതയ്ക്ക് 6 വരി പാത ആവശ്യമില്ല, 4 വരി പാത കൊണ്ട് ഈ പാത നിർമ്മിക്കാവുന്നതേ ഉള്ളൂ എന്ന വാദം അന്ന് ഐക്യജനാധിപത്യ മുന്നണിയും ഉയർത്തിക്കൊണ്ടുവന്നു. അതിനു പുറമെ കാസർഗോഡ് മുതൽ പാറശാല വരെ, തിരുവനന്തപുരം വരെ പല പ്രദേശങ്ങളിലും പ്രാദേശികമായി ഭൂമി വിട്ടുകൊടുക്കുന്നതിനെതിരായി, എലിക മാറ്റി നിശ്ചയിക്കുന്നതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വന്നു. അതുകൊണ്ട് ദേശീയപാത വികസനം ഉമ്മൻചാണ്ടി വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഉമ്മൻചാണ്ടി വേണ്ട എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ജയിച്ച പാർലമെൻറ്റ് അംഗമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സിറ്റിംഗ് MPയും UDFൻ്റെ സ്ഥാനാർത്ഥിയും. അന്ന് അദ്ദേഹം അവരോടൊപ്പം നിന്നു. ദേശീയപാത വികസനത്തിന് അദ്ദേഹം എതിരായി നിന്നു. അതിനുശേഷം LDF അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റുമായി, ഉപരിഗതാഗത വകുപ്പ് മന്ത്രി ശ്രീമാൻ ഗഡ്കരിയുമായും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലും നിരവധി യോഗങ്ങൾ നടത്തി ഈ ദേശീയപാത 6 വരി പാതയായി വികസിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോഴും BJPയുടെ ഗവൺമെൻറ് പറഞ്ഞു, അധിക കാശ് മുടക്കി ഭൂമി എടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞത്, അധികമായി വരുന്ന സാമ്പത്തിക ബാധ്യത സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുത്തുകൊള്ളാം. ഇന്ത്യയിലെ മറ്റൊരു ദേശീയപാതയ്ക്കും അത്തരമൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ കേരളത്തിലെ ദേശീയപാത വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കണ്ടീഷൻ മുന്നോട്ട് വയ്ക്കുകയും UDFൻ്റെ ഗവൺമെൻറ് ആ കണ്ടീഷൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദേശീയപാത വികസനം തന്നെ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്ത സ്ഥലത്താണ് അതിനു വേണ്ടി വരുന്ന അധിക ബാധ്യത ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞ് 5800 കോടി രൂപ ഈ ദേശീയപാത വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് ചെലവാക്കിയത്. അങ്ങനെ ചെലവാക്കാൻ തീരുമാനിച്ചപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രാദേശികമായ എതിർപ്പുകൾ ശക്തമായി ഉയർന്നു വരുന്നു. നമ്മുടെ ഇവിടെ തന്നെ ശക്തികുളങ്ങര ഭാഗത്ത്, പാരിപ്പള്ളി ഭാഗത്ത്, കൊട്ടിയത്ത് തുടങ്ങി അങ്ങോട്ട് തിരുവനന്തപുരം വരെയും അങ്ങ് തെക്കോട്ട് പോയ അങ്ങ് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് കാസർഗോഡ് വരെയും വിവിധ കേന്ദ്രങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്നു. അതിൽ രാഷ്ട്രീയ ശ്രദ്ധ കിട്ടിയതും മീഡിയ ശ്രദ്ധ കിട്ടിയതുമായ 3-4 കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അതൊന്ന് എറണാകുളത്തായിരുന്നു, മറ്റൊന്ന് മലപ്പുറത്തായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയ മറ്റൊരു സ്ഥലം വയൽക്കിളികളുടെ സമരമായിരുന്നു. ആ വയൽക്കിളികളുടെ സമരം വന്നപ്പോഴും, മലപ്പുറത്തെ പ്രതിഷേധം വന്നപ്പോഴും, എറണാകുളത്ത് ഉയർന്നു വന്ന പ്രതിഷേധം വന്നപ്പോഴുമെല്ലാം ജനങ്ങളും പോലീസും തമ്മിൽ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായി. വയൽക്കിളികളുടെ സമരത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്ന് VM സുധീരനും MM ഹസനും NK പ്രേമചന്ദ്രനും അടക്കമുള്ള ആളുകൾ അവിടെ പോയി പ്രസംഗിച്ചു. ഒരു കാരണവശാലും ഈ ദേശീയപാത പണിയാൻ ഞങ്ങൾ അനുവദിക്കില്ല. വയൽക്കിളികളുടെ ഡിമാൻഡാണ്, അവരുടെ പാടശേഖരങ്ങളും അവരുടെ കൃഷിസ്ഥലങ്ങളും അവരുടെ വാസയോഗ്യമായ ഭൂമിയും ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു. ഒരു കാരണവശാലും ഇവിടെ ഒരു ദേശീയപാത ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി ഘോരഘോരം പ്രസംഗിച്ചവരിൽ മുൻപന്തിയിൽ നിന്നയാളാണ് ഇപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നോട്ടീസ് അടിച്ചിറക്കിയിട്ടുള്ളത്. വയൽക്കിളി സമരത്തിൽ പങ്കെടുത്ത് അത് 1 ദിവസമോ 2 ദിവസമോ നീണ്ടുന്ന സമരമായിരുന്നില്ല.
ദീർഘദിവസം ഉണ്ടായിരുന്ന സമരമായിരുന്നു. മീഡിയ ശ്രദ്ധ കൊണ്ട് ദേശീയ അടിസ്ഥാനത്തിലും അന്തർദേശീയ അടിസ്ഥാനത്തിലും ശ്രദ്ധിക്കപ്പെട്ട സമരമായിരുന്നു. പശ്ചിമ ബംഗാളിൽ നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെയുള്ള ഒരു വലിയ സമരമായി, വികസന വിരുദ്ധ സമരമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് നടത്തിയത്. അതിന് മുമ്പിൽ പോയി പ്രസംഗിക്കാത്ത ഏതെങ്കിലും UDF നേതാക്കന്മാരുണ്ടോ? അതിലെ മുഖ്യ പ്രാസംഗികനായി പല ദിവസങ്ങളിൽ അവിടെ എത്തിയ ആളാണ് കൊല്ലത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും MP ആയിട്ടുള്ള ശ്രീമാൻ പ്രേമചന്ദ്രൻ. അങ്ങനെ ദേശീയപാത വികസനത്തെ തകർക്കാൻ വയൽക്കിളികളോടൊപ്പം പ്രാദേശികമായി ഉയർന്നു വന്ന എതിർപ്പുകളോടൊപ്പം നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വലിയ പരിശ്രമങ്ങൾ നടത്തി. ഒരു കാരണവശാലും ദേശീയപാത വികസനം അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച ആളാണിപ്പോൾ 1649 കോടി രൂപ എൻ്റെ ചെലവിൽ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അടിച്ചിറക്കി ആളുകളെ സമീപിക്കുന്നത്. എവിടെയാണ് ദേശീയപാത വികസനത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന? 5800 രൂപ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി ഈ കേരളത്തിലെ ഗവൺമെൻറ് അധികമായി ചെലവാക്കിക്കൊണ്ട് ഭൂമി ഏറ്റെടുത്തു. വയൽക്കിളികളടക്കമുള്ള സമര സംഘടനകളുമായി സുദീർഘമായ ചർച്ച ഉദ്യോഗസ്ഥ തലത്തിൽ, രാഷ്ട്രീയ തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ നടത്തി എല്ലാ സമരങ്ങളെയും അവസാനിപ്പിച്ച് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകി എല്ലാ സ്ഥലവും ഏറ്റെടുത്ത് ദേശീയപാത വികസനം 2025 ഡിസംബർ ആകുമ്പോഴേക്കും പൂർത്തീകരിക്കാൻ കഴിയത്തക്ക തരത്തിൽ അതിവേഗത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 641 കിലോമീറ്റർ നീളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഈ 6 വരി ദേശീയപാതയിൽ പ്രേമചന്ദ്രൻ എന്ന MP-യുടെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്നത് കേവലം 33 കിലോമീറ്റർ മാത്രമാണ്. ബാക്കിയുള്ള 600-ലധികം കിലോമീറ്റർ ദൂരം ഈ പാത പണിയുന്നുണ്ടല്ലോ. ആരെങ്കിലും അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് എൻ്റേതാണ് എന്ന് പറയുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ ഇന്ത്യ കേരളത്തിലുണ്ടോ? ഇതിനെതിരായി നിൽക്കുക, ഈ ദേശീയപാത വികസനത്തെ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി വിധ്വംസകമായ സമരരൂപങ്ങൾ സ്വീകരിച്ചവരുടെ കുഴലൂത്തുകാരനായി നടക്കുകയും ചെയ്തിട്ട് അത് യാഥാർത്ഥ്യമാവുന്നു എന്ന് കണ്ടപ്പോൾ ഇപ്പോഴതിൻ്റെ ഞാനാണത് കൊണ്ടുവന്നത് എന്ന് അവകാശവാദം ഉന്നയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. നമ്മുടെ ഈ പാരിപ്പള്ളി മുതൽ ഓച്ചിറ വരെയുള്ള ഭാഗത്ത്, കരുനാഗപ്പള്ളി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ആളുകൾക്ക് അപ്രായോഗികമാണ് ഈ പാതയെന്ന് ആളുകൾ ഉന്നയിക്കുമ്പോൾ അതെല്ലാം ശരിയാണ്, ഞാൻ മേൽപ്പാലം പണിതു തരാം, കീഴ്പ്പാലം പണിതു തരാം, സൈഡ് റോഡ് ഉണ്ടാക്കി തരാം, ഞാനിപ്പോൾ തന്നെ ഗഡ്കരിയോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ തന്നെ മോഡിയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കെല്ലാത്തിനും ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് പാവപ്പെട്ട കച്ചവടക്കാരെ കുത്തിയിളക്കി എന്തെല്ലാം കോപ്രായങ്ങളാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഈ മാതിരി വികസന വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി അത് യാഥാർത്ഥ്യമാകുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഭാവനയായി ഈ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാനായിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം എന്താണ്? കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. നിങ്ങൾക്കറിയും, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഒരു കാലത്ത് ഏറ്റവും നീളം കൂടിയ റെയിൽ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റെയിൽവേ സ്റ്റേഷനെ വികസിപ്പിക്കണം, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തണം എന്ന ആവശ്യം 10-30 വർഷമായി ഈ കൊല്ലത്ത് നിന്ന് ഉയരുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ് പല ഘട്ടങ്ങളിലായി, സഖാവ് P. രാജേന്ദ്രൻ ഇവിടെ MP ആയിരിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര പദ്ധതി എന്നുള്ള നിലയിൽ പല കടമ്പകളും കടന്ന് അതിപ്പോൾ പ്രാവർത്തികമാക്കാൻ തീരുമാനിക്കുമ്പോൾ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, റെയിൽവേ ബോർഡ് 442 റെയിൽവേ സ്റ്റേഷനുകൾ ഈ പട്ടികയിൽപ്പെടുത്തി പുനരുദ്ധരിക്കുകയാണ്.
കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ 400 കോടി രൂപ മുടക്കി വികസനം നടത്തുന്നത് അത് സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തെക്കുറിച്ചുള്ള വാർത്തയും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൈമാറി 3 വർഷം തികയുന്ന ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന തൊഴിലാളികളോട് 600-ലധികം തൊഴിലാളികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വിമാനത്താവളത്തിലേക്ക് സ്ഥലം മാറിപ്പോകാൻ തയ്യാറാവണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകണം. നിങ്ങളെ അദാനിക്ക് ഇനിയും സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് 600-ലധികം തൊഴിലാളികളെ, ജീവനക്കാരെ, ഉദ്യോഗസ്ഥരെ, എഞ്ചിനീയർമാരെ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ അദാനി ഇപ്പോൾ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ നേട്ടങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഈ റെയിൽവേ സ്റ്റേഷനെയും സ്വകാര്യവൽക്കരിക്കാൻ ഇതിൻ്റെ ഭൂമിയും അവിടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളും മറ്റും ഉണ്ടാക്കിക്കൊണ്ട് അത് വലിയ കമ്പനികൾക്ക്, കോർപ്പറേറ്റുകൾക്ക് വിൽക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ എം പിക്ക് പറയാൻ ധൈര്യമുണ്ടോ? വിൽക്കാനെടുക്കുന്ന ഏതൊരു തീരുമാനത്തെയും കൊല്ലം നിവാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുക്കാൻ ഞാൻ മുൻപിലുണ്ടാവും എന്ന് അദ്ദേഹത്തിന് പറയാൻ ധൈര്യമുണ്ടോ? അതിന് അദ്ദേഹത്തിൻ്റെ നാവ് പൊങ്ങുമോ എന്ന ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ സംഭാവന? അതിൽ കൊല്ലത്തിന് മാത്രമായിട്ടാണോ? ഇതേപോലെ തന്നെ ഇപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനും ഇതേ നിലയിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. 402 എണ്ണമാണ് അങ്ങനെ പണിയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും പൊതു പോളിസിയാണ്. അത് അദ്ദേഹം ചില നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പാർലമെൻറ്റ് മെമ്പർക്ക് ചെയ്യാനാവുന്ന ഏറ്റവും വലിയ ജോലി ഇത്തരം നിവേദനങ്ങൾ കൊടുക്കൽ തന്നെയാണ്. അതെന്തോ ഒരു വലിയ ഭരണനേട്ടമല്ല, വേറെ ഒരു കാര്യവും ചെയ്യാൻ ബാക്കിയില്ലല്ലോ. ഇതേപോലെ നിവേദനങ്ങൾ കൊടുക്കാനും നോട്ടീസ് കൊടുക്കാനും ശ്രദ്ധ ക്ഷണിക്കാനും ഒക്കെയുള്ള സമയം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതല്ലാതെ എന്താണ് തൻ്റെ എഫേർട്ട് ഇതിനുള്ളത്? തൻ്റെ എന്ത് സംഭാവനയാണ് പ്രത്യേകമായി മറ്റൊരു റെയിൽവേ സ്റ്റേഷനിലും ഇല്ലാത്തതുപോലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ വികസിപ്പിക്കുന്നതിന് തൻ്റേതായ എന്ത് പ്രത്യേക പങ്കാണ് അദ്ദേഹം നിർവഹിച്ചത്? പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ വികസന രേഖയിലെ മറ്റൊരു അവകാശവാദം RMS കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിലനിർത്തി എന്നതാണ്. നിങ്ങൾക്കറിയാം, റെയിൽവേ മെയിൽ സർവീസ് എന്ന് പറയുന്നത് എത്രയോ വർഷക്കാലമായി ഉള്ളതാണ്. കൊല്ലം റെയിൽവേ RMS എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനായിരുന്നു. തിരുവനന്തപുരത്തടക്കമുള്ള കത്തുകൾ പോസ്റ്റ് ചെയ്താൽ അത് സോർട്ട് ചെയ്യുന്നത് കൊല്ലം RMS കൊണ്ടുവന്നുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ള RMS ഒരു ദിവസം ഇവിടെ നിന്ന് നിർത്തി തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. RMSലെ ജീവനക്കാർ വലിയ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു. മാസങ്ങളോളം നീണ്ടുനിന്ന് സമരം നടത്തി. MLA-മാരെ MP-മാരും അതിനെ അഭിസംബോധന ചെയ്തു. തൊഴിലാളി സംഘടനകൾ അതിൻ്റെ പിന്നിൽ അണിനിരന്നു. കേന്ദ്ര ഗവൺമെൻറ് നിവേദനം കൊടുത്തു. കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിവേദനം കൊടുക്കണമെന്ന് എല്ലാ MP-മാരോടും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെട്ടു. അവരെല്ലാവരും ഈ ആവശ്യം അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചെവിക്കൊണ്ടില്ല. കൊല്ലം RMSൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്ന ഒരു വീക്കിലി അമൃതാനന്ദമയി മഠം പുറത്തിറക്കുന്ന അമൃതവാണി എന്ന് പറയുന്ന മാസികയാണ്. അത് കൊല്ലം RMSലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് സോർട്ട് ചെയ്താണ് അയക്കുന്നത്. കൊല്ലം RMS നിർത്തുന്നതോടുകൂടി ലക്ഷക്കണക്ക് കോപ്പി അയക്കുന്ന അമൃതവാണി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് സോർട്ട് ചെയ്ത് പിന്നെയും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കാലതാമസം, ഇടയ്ക്കുണ്ടാകാവുന്ന നഷ്ടം, ഇവയെല്ലാം വലിയ തോതിലുള്ള പ്രശ്നമായി അവർക്ക് ഉയർന്നു വന്നു. കേന്ദ്രമന്ത്രി അമൃതാനന്ദമയി മഠം സന്ദർശിച്ചപ്പോൾ വൈഷ്ണവി എന്ന മന്ത്രിക്ക് അമൃതാനന്ദമയി നേരിട്ട് നിവേദനം കൊടുക്കുന്നു. RMS ഇവിടെ നിലനിർത്തണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രിയുടെ കത്ത് അമൃതാനന്ദമയിക്ക് വരുന്നു. അമ്മ പറഞ്ഞതുപോലെ ഞങ്ങളത് ഇവിടെ നിലനിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വികസന രേഖയിൽ 8ാമത്തെ പേജിൻ്റെ പകുതി ഭാഗം ചുമന്ന അക്ഷരത്തിൽ, ചുമന്ന പ്രതലത്തിൽ അദ്ദേഹം അടിച്ചിരിക്കുകയാണ്, ഞാനാണ് ഈ RMS ഇവിടെ നിലനിർത്തിയത് എന്ന്. എന്തെല്ലാം അവകാശവാദം!
അദ്ദേഹം നിവേദനം കൊടുത്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു MP-യുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അതിനപ്പുറത്തായി എന്ത് ചെയ്തു? അതിനപ്പുറത്തായി ചെയ്തത് അമൃതാനന്ദമയ്യാണ്. അവരുടെ നിവേദനത്തിന്മേലാണ് ഇത് നിലനിർത്തുന്നത് എന്ന് ഉത്തരവുണ്ട്. ആ ഉത്തരവ് കൈയുള്ളപ്പോൾ എന്നാൽ ഞാനും അവരും കൂടിയാണ് ചെയ്തത് എന്നെങ്കിലും പറയാനുള്ള സാമാന്യ മര്യാദ ഈ MP കാണിക്കുന്നുണ്ടോ? ഏത് വികസനമാണ് അദ്ദേഹം കൊണ്ടുവന്നത് പറയട്ടെ. എന്തെല്ലാം വാഗ്ദാനങ്ങൾ അദ്ദേഹം നടത്തി? ആശ്രാമം ESI ഹോസ്പിറ്റൽ 300 ബെഡുള്ള ആശുപത്രിയാക്കും, അത്യാധുനിക ചികിത്സാ സംവിധാനം കൊണ്ടുവരും, 146 കോടി രൂപയുടെ സാങ്ഷനായിട്ടുണ്ട്, 88 കോടി ആയിട്ടുണ്ട്, 93 കോടി ആയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി അദ്ദേഹം പ്രസ്താവന പുറപ്പെടുവിക്കുകയും മലയാള മനോരമയും മാതൃഭൂമിയും അദ്ദേഹം ആഗ്രഹിച്ചതിനേക്കാളും വലിയ അച്ചുകൾ നിരത്തി അതെല്ലാം ഇവിടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തില്ലേ? 10 കൊല്ലം കഴിഞ്ഞല്ലോ. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ആശ്രാമ ESIയിൽ നടന്നിട്ടുണ്ടോ? നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ സ്ഥാപനം കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന സ്ഥിതിയല്ലേ ഉണ്ടായത്? എന്തവകാശവാദമാണ്? നീണ്ടകര ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ക്യാൻസർ സെന്റർ കൊണ്ടുവരും, അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പണം തന്നു, സാങ്ഷൻ ആയിട്ടുണ്ട് എന്നല്ലേ പത്രത്തിൽ പ്രസ്താവന പുറപ്പെടുവിച്ചത്? വന്നോ? വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ക്യാൻസർ സെന്ററിന്റെ റീജിയണൽ ഓഫീസ് വിജയൻപിള്ള MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് അവിടെ കെട്ടിടം പണിത് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ അവിടെ കൊണ്ടുവരാൻ ഇദ്ദേഹത്തിനായോ? ഇദ്ദേഹം അവകാശപ്പെട്ടത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് അതിന് അനുവാദം തന്നു, ഇത്ര കോടി രൂപ അനുവദിച്ചു എന്ന് അദ്ദേഹം പത്രത്തിലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലും ഒക്കെ പലവട്ടം പ്രസിദ്ധീകരിച്ചയാളാണ്. ഏതെങ്കിലും ഒരെണ്ണം മര്യാദയ്ക്ക് ചെയ്തു എന്ന് പറയാനുണ്ടോ? ഞങ്ങൾ അദ്ദേഹത്തെ അതിനാണ് വെല്ലുവിളിച്ചത്. നിങ്ങൾ ഈ ഇറക്കിയിട്ടുള്ള ഈ വാറോല വെച്ചുകൊണ്ട് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാർ. അതിന് അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇതെല്ലാം ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്ത് ഞങ്ങളെ നിശബ്ദരാക്കാം എന്നാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നണിയും ധരിക്കുന്നത് എങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി ഈ സത്യങ്ങൾ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഞങ്ങൾ ഒരു കള്ളവും ആരോടും പറയുന്നില്ല. വ്യക്തിപരമായ ഒരു ആക്ഷേപവും ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുമില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കള്ളം പറഞ്ഞ് വോട്ട് പിടിക്കാം എന്ന് അദ്ദേഹം ധരിക്കുകയേ വേണ്ട. മറിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിൽക്കുന്ന സഖാവ് മുകേഷിൻ്റെ വികസന കാര്യങ്ങൾ ഞങ്ങൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് കള്ളമാണ് പറഞ്ഞത് എന്ന് UDF-കാർക്ക് തെളിയിക്കാൻ പറ്റുമെന്നോ ഞങ്ങൾ അവരെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ആ നോട്ടീസ് പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു ഞാങ്കടവ് കുടിവെള്ള പദ്ധതി മോഡിയുടെ പദ്ധതിയാണ്, അതാണ് അദ്ദേഹത്തിൻ്റെ മേന്മയിൽ എഴുതി ചേർത്തത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരായി ഒരു ദിവസം അദ്ദേഹം രംഗത്ത് വന്നു. 548 കോടി രൂപയുടെ പദ്ധതിയാണത്. അതിൽ 289 കോടി രൂപയും ചെലവാക്കിയത് കിഫ്ബിയാണ്, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഞങ്ങൾ ആ വികസന പട്ടികയിൽ 1748 കോടി രൂപയിൽ 548 കോടി ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. 289 കോടി രൂപ കിഫ്ബി മുഖാന്തരം ചെലവാക്കിയത് മാത്രമേ മുകേഷിൻ്റെ വികസനത്തിൻ്റെ പട്ടികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദിയുടെ പദ്ധതി ഞങ്ങളെടുത്ത് ചേർത്തു എന്ന്. നിങ്ങൾ എന്തെല്ലാം പറയുന്നു? ബഡ്ജറ്റിൽ പ്രൊവിഷൻ തീരുമാനിക്കാതെ, നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാതെ ഈ അടുത്ത കാലത്ത് എത്ര മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനമാണ് നടത്തിയത് നരേന്ദ്രമോദി? ഏതെല്ലാം കാര്യങ്ങൾ ഉദ്ഘാടനം നടത്തി? ആ ഉദ്ഘാടനങ്ങളുടെ എല്ലാം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഓൺലൈനിൽ നടത്തുമ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കൈയടിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാൻ ഈ MP ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം പ്രസംഗിച്ചത് എന്താ? കല്ലിടുകയൊന്നും വേണ്ട, ബഡ്ജറ്റിൽ പണവും വേണ്ട, മോഡിയാണ് പറഞ്ഞത് എങ്കിൽ അത് നടന്നിരിക്കും എന്നാണ് അദ്ദേഹം പ്രസംഗിച്ച് നടക്കുന്നത്. ആരെ സംരക്ഷിക്കാനാണ്? ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് അദ്ദേഹം പറയുന്നത്? ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ് എന്ന് ഇവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ്
വികസന കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനമായും. മറ്റൊന്ന് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അധപ്പതിച്ചു പോയ പാർട്ടിയായി പോയതിൻ്റെ ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയും ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും, വികസന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുമുള്ള തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനാവും, വിജയിക്കാനാവും. ഇതുവരെയുള്ള കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുന്ന ഏതൊരാളിനും ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം സാധ്യമാണ് എന്നെല്ലാവരും സമ്മതിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. ഈ കൊല്ലം പാർലമെൻറ്റിൽ നിന്നും കൂറുമാറാത്ത, കാലുമാറി ചവിട്ടാത്ത, മുന്നണി മാറാത്ത, ഇടതുപക്ഷ ചിന്തയുള്ള, ഇടതുപക്ഷ കുടുംബത്തിൽ ജനിച്ച, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കുണ്ടാവേണ്ടതില്ല. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. സഖാവ് രാജയ്ക്ക് അഭിവാദ്യങ്ങൾ, സഖാവ് രാജയ്ക്ക് അഭിവാദ്യങ്ങൾ. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് രാജ, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് രാജ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. സഖാവ് രാജയ്ക്ക് അഭിവാദ്യങ്ങൾ, സഖാവ് രാജയ്ക്ക് അഭിവാദ്യങ്ങൾ. 1000 അഭിവാദ്യങ്ങൾ. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് രാജ, റെഡ് സല്യൂട്ട് ടു കോമ്രേഡ് രാജ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, രാജയ്ക്ക് അഭിവാദ്യങ്ങൾ. സഖാവ് മുകേഷ് രാജ്യങ്ങൾ, സഖാവ് മുകേഷ് അഭിവാദ്യങ്ങൾ. വിജയിപ്പിക്കൂ, വിജയിപ്പിക്കൂ, സഖാവ് മുകേഷ് വിജയിപ്പിക്കൂ. അഭിവാദ്യം. രാജ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു നിങ്ങളെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം നമ്മുടെ വിശിഷ്ടാതിഥിയെ സ്വാഗതം ചെയ്യുകയും ചെയ്യും എന്നറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മുടെ മുഖ്യ അതിഥിയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവുമായിട്ടുള്ള സഖാവ് ഡി രാജ എത്തിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല. ഞാൻ ആദ്യമേ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായി സഖാവ് മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുവാനും നമ്മളെ കാണാനും ഒക്കെ എത്തിച്ചേർന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് ഡി രാജയെ ഈ സമ്മേളനത്തിലേക്ക് ആവേശപൂർവ്വം സ്വാഗതം ചെയ്തു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹവും അതുപോലെ തന്നെ ഞാനും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാർ എന്നുള്ള നിലയിൽ കൊല്ലം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടു വരുന്ന 7 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ കഴിഞ്ഞ 10, 30, 35 ദിവസമായി പലവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം വളരെ ഉറപ്പായി ഈ ജനങ്ങളോട്, വോട്ടർമാരോട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. അത് മറ്റൊന്നുമല്ല, 7 അസംബ്ലി നിയോജകമണ്ഡലങ്ങളിലും മുൻപില്ലാത്തവണ്ണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ മതേതര വിശ്വാസികളുമായിട്ടുള്ള ഈ രാജ്യത്തെ നമ്മുടെ ഈ മണ്ഡലത്തിലെ ബഹുജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ മുന്നണിയെ
ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ചടയമംഗലം മണ്ഡലത്തിലെ പര്യടനത്തിലാണ്. മണ്ഡലം പര്യടനം തുടങ്ങിയിട്ട് കുറച്ചേറെ ദിവസങ്ങളായി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തന്നെ 5ാമത്തെ തവണയായി വന്നു പോകുന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ഒരു നിയോജക മണ്ഡലത്തിൽ തൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം 5ാമത് തവണയാണ് വന്നു പോകുന്നത്. ഈ നിലയിൽ BJPയുടെ സർവമാന നേതാക്കന്മാരും അതുപോലെ തന്നെ UDFൻ്റെ നേതാക്കന്മാരുമെല്ലാം ഇപ്പോൾ കേരളത്തിൽ ക്യാമ്പടിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കാഴ്ചവെക്കാൻ പോകുന്നു എന്നുള്ള സ്ഥിതിവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണത്. നമുക്കറിയാം, ഒട്ടേറെ സർവേകളും അതിൻ്റെ ഫലങ്ങളുമെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർവേകളും ഇടയും അതുപോലെ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് സർവേയുമായി ബന്ധപ്പെട്ട സൂചികകളുടെയും ഒക്കെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. മുമ്പും നമുക്ക് അനുഭവമുള്ളതാണ്. ആര് ജയിച്ചു വരണമെന്നവർ ഉദ്ദേശിക്കുന്നോ അവർക്ക് വേണ്ടി സർവേ നടത്തി അതിനനുസൃതമായ ഫലം പ്രഖ്യാപിക്കുന്ന ഒരു സമീപനം ഈ കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള സർവേ നടത്തുന്ന പത്രമാധ്യമ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം സർവേകളിലെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വിജയം നേടാൻ പോകുന്നു എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സംസ്ഥാനത്തെയുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് ഇന്ത്യ രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായി മാറിയ, ഇന്ന് ഇന്ത്യയിലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഡി രാജയെ ആവേശപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹം ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നലെ പേരൂക്കടയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ചോദിച്ചു, തമിഴിൽ വേണോ വേണ്ട, വാങ്ങോ. ട്രാൻസ്ലേഷൻ TK വിനോദൻ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യും. சுகர்த்துகளே, உங்கள் அனைவருக்கும் வணக்கம். எனக்கு மலையாளம் மனசிலாகும், ஆனால் ஒரு ஸ்பீச் கொடுக்கறது கொஞ்சம் கஷ்டம். நான் தமிழ்நாட்டினுடைய மகன், இந்த கேரளாவினுடைய மருமகன். ஆனால் இப்போது ஒரு இந்திய குடிமகனாக உங்கள் முன்னால் நான் பேச இருக்கிறேன். Comrade will translate my speech. Respected
leaders of the LDF on the dais, friends and comrades. The elections to the Indian Parliament are very critical for the country and its future. On behalf of the Communist Party of India and on behalf of the left parties in India, we have been asking our people to give a verdict which will throw out BJP from seat of power, because as long as BJP is in government, is in power, the constitution of our country, the secular democracy of our country, the federal system of governance of our country are under threat. Already everyone agrees democracy is in peril. How to save democracy? How to save constitution? How to save the nation? That is the concern of the left parties. So we are asking the people to vote against BJP and vote for the left parties. In Kerala particularly, we appeal to the people of Kerala to vote and elect the candidates of LDF so that the left, the communist movement, will have an increased strength in parliament. വേദിയിലുള്ള ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കളെ, സഖാക്കളെ, സ്നേഹിതരെ, ലോകസഭാ ഇലക്ഷനിലേക്ക് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. CPIയും ഇടതുപക്ഷ പാർട്ടികളും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ായിട്ടുള്ള BJPയെ നമ്മുടെ ഈ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നടപ്പാക്കാൻ നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Comrades, friends, Mr. Modi, the Prime Minister, was in Kerala, he was in Tamil Nadu. Now he has started speaking about Modi's guarantee. Modi's guarantee. What happened to the promises given by Modi in the past? He thinks nobody should ask, nobody should question. Whatever he speaks, that should be accepted as truth. Whatever Mr. Modi has been speaking, they are all nothing but lies, lies, lies. They are nothing but falsehoods, falsehoods, falsehoods. പ്രധാനമന്ത്രി ഇന്നലെ കേരളത്തിലുണ്ടായിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? കഴിഞ്ഞ കാലത്ത് അദ്ദേഹം നൽകിയ വാഗ്ദാനങ്ങൾ എന്താണ്? അവയ്ക്ക് എന്ത് സംഭവിച്ചു? കള്ളങ്ങൾ, 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 വ്യാജങ്ങൾ, 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 അതുമാത്രമാണ് അദ്ദേഹത്തിന് നൽകാനുള്ളത്. Modi gave many promises when he became the Prime Minister. Here in Kerala, I need not explain everything, but certain things
people should understand. The election manifesto of BJP has identified 4 sections of the people. One is Yuva, the young people. The other one, Nari, the women of our society. The third one, Kisans. Fourth one, poor people, Garib. But what happened to all these sections? Now, unemployment is the biggest burning problem in India. Never before we had this kind of unemployment, underemployment. Modi promised every year 2 crore jobs will be created. Now, how many jobs have been created? How many crores of jobs have been created? Mr. Modi, if you are honest, can you tell the people of India at the time of elections? We asked Mr. Modi, and Modi promised doubling the income of farmers. Mr. Modi, now what farmers, Kisans are asking? Minimum support price for their produce. Minimum support price, MSP. Where is that MSP? Why farmers are agitating in Punjab, in Haryana, Uttar Pradesh, all the other states, including South, Tamil Nadu and other states? Farmers are agitating. Why? Why MSP has not been given? Why their income has not been doubled? If we say what Modi said is nothing but a jumla, a lie, can Modi has the courage to reply to us? I challenge Mr. Modi, come and speak to the people of Kerala. Tell, you have guaranteed doubling the income of Kisans. You have guaranteed MSP for Kisans. Do you have courage? Do you have honesty? Mr. Modi, I am questioning you. This is what people should understand. This is what Modi has done. Now, what is our economy? Prices are going up. It is not just LPG, diesel, petrol. The prices of all essential commodities are shooting up. Why? Why it is happening? The value of Indian rupee is falling down, falling down, falling down. When Manmohan Singh was Prime Minister, Mr. Modi said the value of Indian rupee reflects the honor of the nation. Mr. Modi, what happened to the honor of the nation? What is the value of Indian rupee? Can you explain to the people of this country? മോദി അധികാരത്തിലെത്തിയപ്പോൾ ധാരാളം വാഗ്ദാനം നൽകി. ഇപ്പോൾ BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ 4 വിഭാഗങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നതായി പറയുന്നത്. 1 യുവാക്കൾ, 2 സ്ത്രീകൾ, 3 കർഷകർ, 4 ദരിദ്ര ജനങ്ങൾ. ഈ വിഭാഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് മോദിയുടെ ഭരണത്തിന് കീഴിൽ? തൊഴിലില്ലായ്മയാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നം. മുമ്പൊരിക്കലും ഇത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മൾ നേരിട്ടിട്ടില്ല. 2 കോടി തൊഴിൽ നൽകുമെന്നാണ് മോദി വാഗ്ദാനം ചെയ്തത്. അതിനെന്താണ് സംഭവിച്ചത്? കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്ന് പ്രഖ്യാപിച്ചു, വാഗ്ദാനം നൽകി. ഇന്ന് കർഷകർ രാജ്യത്തുടനീളം, പഞ്ചാബിൽ, വടക്കേ ഇന്ത്യയിൽ, ഇങ്ങ് തെക്കേ ഇന്ത്യയിലൊക്കെ താങ്ങുവിലയ്ക്ക് വേണ്ടി, മിനിമം സപ്പോർട്ട് പ്രൈസിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിച്ചില്ല, ഇരട്ടിയാക്കിയില്ല, പക്ഷേ അവർക്ക് താങ്ങുവില പോലും നൽകാൻ മോദിക്ക് കഴിയുന്നില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, വരൂ, കേരളത്തിലേക്ക് വരൂ, കേരളത്തിലെ ജനങ്ങളോട് ഇതിന് ഉത്തരം പറയൂ. നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ ഉത്തരം പറയാൻ ഞാൻ മോദിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചു.
ഗ്യാസിന്, പെട്രോളിന്, എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില വർദ്ധിക്കുകയാണ്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ മോദി പറഞ്ഞു, ഇന്ത്യൻ രൂപയുടെ വിലയാണ് നമ്മുടെ അഭിമാനം നിർണ്ണയിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ രൂപയുടെ വില എന്താണ്? ഇന്ന് നമ്മുടെ അഭിമാനം എവിടെയാണ്? മോദി ഉത്തരം പറയണം. The hunger index shows that the largest number of poor people, hungry people live in India. Among 125 countries, India is ranked at 111th place as far as hunger is concerned, starvation is concerned. Our people do not have access to their livelihoods. Why poor people are becoming poorer? At the same time, corporate big business houses, they are growing rich and richer. You must be knowing the names Adani, Ambani. Who are these Adanis and Ambanis? They are the richest Indians. They are the corporate big business owners. And they are richest people even across the world. How they could become so rich? Mr. Modi, despite his talk about Sabka Saath, Sabka Vikas, Modi and his government serve the interests of the corporate houses, big business houses. Modi government completely betrayed the poor people, and poor people are passing through unimaginable hardships, sufferings. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർ, ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നവരുള്ള രാജ്യം ഇന്ത്യയാണ്. 111ാമത്തെ സ്ഥാനമാണ് നമുക്ക്. ഹങ്കർ ഇൻഡെക്സിൽ പട്ടിണി കിടക്കുന്നവരുടെ പട്ടികയിൽ 111ാമത്തെ സ്ഥാനമാണ് നമ്മുടെ രാജ്യത്തിന്. ദരിദ്രരായ ജനങ്ങൾ കൂടുതൽ ദരിദ്രരാകുന്നു. കോർപ്പറേറ്റുകൾ, വലിയ വലിയ വ്യവസായികൾ അവർ കൂടുതൽ സമ്പന്നരാകുന്നു, തടിച്ചു കൊഴുക്കുന്നു. ആരാണ് ഈ അംബാനിയും അദാനിയും? ഏറ്റവും സമ്പന്നരായ ആളുകളാണ്. ഈ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ആളുകളാണ് അദാനിയും അംബാനിയും. അവരെങ്ങനെയാണ് സമ്പന്നരായത്? ഏറ്റവും എല്ലാവരോടുമൊപ്പം സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരോടുമൊപ്പം എല്ലാവരുടെയും വികാസം എന്ന് പറഞ്ഞ മോദി ഈ രാജ്യത്തെ ദരിദ്രരായ മനുഷ്യർ കൂടുതൽ ദരിദ്രരാകുന്നത്, കൂടുതൽ പട്ടിണിക്കാരാകുന്നത് കാണുന്നില്ലേ? അത് നമ്മൾ കാണണം. അദാനിയും അംബാനിയും തടിച്ചു കൊഴുക്കുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ കൂടുതൽ പട്ടിണിയിലേക്കും ദരിദ്രത്തിലേക്കും കൂപ്പുകുത്തുകയാണ്. Mr. Modi is Prime Minister for the past 10 years. BJP is in power for the past 10 years. What has been happening in the country? In the name of caste, in the name of religion, people are divided. Atrocities on minorities, including Muslims, Christians, are increasing. Atrocities on Dalits, Adivasis are increasing. Insecurity, atrocities on women, our children, are on increase. Why it is happening? Who should be held accountable, answerable? Because Parliament is the institution which makes government answerable, accountable. That is what Dr. Ambedkar has said. The executive must be made answerable, accountable to the people through Parliament. Whether government is stable or not, government should be a responsible government. Now Modi talks about one nation, one election, but Dr. Ambedkar said government, any government should be answerable to the people, accountable to the Parliament. Whether government is stable or not, government must be answerable, responsible. That is what the Parliament means. That is where the elections today have become very critical, very important for the future of the country.
കഴിഞ്ഞ 10 വർഷമായി മോദി അധികാരത്തിലിരിക്കുകയാണ്. ഈ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്? ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ജനങ്ങൾ വിഭജിക്കപ്പെടുന്നു. മുസ്ലിങ്ങളുടെ മേൽ, ക്രിസ്ത്യാനികളുടെ മേൽ, ദളിതരുടെ മേൽ അതിക്രമങ്ങൾ നടക്കുന്നു. സ്ത്രീകളുടെ മേൽ, കുട്ടികളുടെ മേൽ അതിക്രമങ്ങൾ നടക്കുന്നു. അംബേദ്കർ പറഞ്ഞു, സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സ്ഥാപനമായിരിക്കണം. ഇവിടെ പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നു. സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഈ കാര്യങ്ങളിലൊക്കെ അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്ന് ഏറ്റവും നിർണായകമാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് മാറുന്നത് സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്വമില്ലാത്ത ഒന്നായി മാറിക്കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അതിപ്രധാനമായി മാറുന്നത് അതുകൊണ്ടാണ്, അങ്ങേയറ്റം നിർണായകമാകുന്നത് അതുകൊണ്ടാണ്. Our constitution, whose prime architect was Dr. Ambedkar, gives certain foundational principles for our nation. Number one, India always should remain a secular democratic republic. India should not become a theocratic nation. No question of Hindu Rashtra or Hindutva or Manuvad Rashtra. No, India should remain a secular democratic republic. That's what our constitution makes it clear. The second thing, our constitution says the government, the Sarkar, should ensure all means of livelihood to all its citizens, men and women. What is that? Access to education, health care, employment, housing, food. All these things must be ensured to our people. That means government should remain as a welfare government, welfare state. This is what Constitution, Ambedkar's Constitution tells us. Any government, it should function as a welfare state. The third one, India is union of states. State governments should have their rights, should have their powers. There must be federal system of governance. Union government cannot become a dictatorial government, and state governments need not beg before the union government, like Kerala government is in fact asking, where is our money, where is our due? Tamil Nadu government is asking, where is our money, where is our due? We pay tax, where is the share of Tamil Nadu in the tax? They are asking. Kerala is asking. Comrade Pinarayi came to Delhi to lead a protest asking the dues for Kerala state, asking for federal system, fiscal federalism, so that Kerala and other state governments can have the benefits. This is what our constitution says. The BJP for the past 10 years being in government has been dismantling, debasing all these foundational definitions of India. India, whether it will continue as secular democratic republic, it has become a big question mark. Whether Indian state will remain as a welfare state, it has become a big question mark. Whether India will remain as union of states, it has become a big question mark. That is why these elections have become very, very important, very critical. That is where, if we want to save the constitution, if we want to save the constitutional foundations, the constitutional morality, BJP must be defeated. BJP must be thrown out of power. That is why it is not only in Kerala, in North, go to any state,
Uttar Pradesh, Bihar, Madhya Pradesh, Chhattisgarh, anywhere you go, what people are saying? Desh bachao, BJP hatao. Samvidhan bachao, BJP hatao. Save nation, defeat BJP throughout BJP. Save constitution throughout BJP. This is what people of India are demanding now. And this is what is being reflected in all campaigns, in all appeals made by the left parties, the LDF. നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പി ഡോക്ടർ അംബേദ്കർ പറഞ്ഞ അടിസ്ഥാന തത്വങ്ങൾ, നമ്മുടേത് ഒരു മതേതര ജനാധിപത്യമാണ്. ഇത് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, ഒരു മതാധിപത്യ രാഷ്ട്രം ആകാൻ പാടില്ല ഒരിക്കലും. മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി ഇന്ത്യ തുടരണം എന്നതായിരുന്നു അംബേദ്കറുടെ സങ്കല്പം. ജീവിതത്തിന് ആവശ്യമായ എല്ലാം ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന, ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന, ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഭരണകൂടം ഉണ്ടാകണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും അവർക്ക് ആവശ്യമായ ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാം നൽകാൻ കഴിയുന്ന ക്ഷേമരാഷ്ട്രം എന്നതായിരുന്നു അംബേദ്കറുടെ സങ്കല്പം, നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ സങ്കല്പം. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്, സംസ്ഥാനങ്ങൾ ചേർന്നതാണ് ഇന്ത്യ. ഇതാണ് നമ്മുടെ ഫെഡറൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ ഫെഡറൽ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. അംബേദ്കർ നേതൃത്വം കൊടുത്ത് സൃഷ്ടിച്ച ഭരണഘടന അനുശാസിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളുടെയും അധികാരങ്ങൾ, അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ്. കേന്ദ്ര സർക്കാർ ഏകാധിപതിയെ പോലെ പെരുമാറാൻ പാടില്ല. ഇവിടെ നമ്മുടെ കേരള സർക്കാർ ചോദിക്കുന്നു, തമിഴ്നാട് സർക്കാർ ചോദിക്കുന്നു, എവിടെ ഞങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം, ഞങ്ങൾക്ക് ലഭിക്കേണ്ട പണം എവിടെ? നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് ഡൽഹിയിൽ വന്ന് സമരം ചെയ്യേണ്ടി വരുന്നു. നമുക്ക് അവകാശപ്പെട്ടതിന് വേണ്ടി, അവകാശപ്പെട്ട വിഹിതത്തിന് വേണ്ടി, നമുക്ക് അവകാശപ്പെട്ടത് ലഭിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും അധികാരങ്ങളും അവരുടെ അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു ഫെഡറൽ സംവിധാനമായി ഇന്ത്യ തുടരണമെങ്കിൽ BJP പുറത്തുപോയേ പറ്റൂ. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാവുന്നത്, പ്രധാനമാവുന്നത്. കാരണം നമ്മുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ BJP പരാജയപ്പെട്ടേ മതിയാവൂ. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ ഈ രാജ്യമൊട്ടാകെ ഇന്ന് ഉയരുന്നത് ദേശ് ബഠാവോ, രാജ്യത്തെ സംരക്ഷിക്കൂ, രാഷ്ട്രത്തെ സംരക്ഷിക്കൂ, BJPയെ പരാജയപ്പെടുത്തൂ. ഭരണഘടനയെ സംരക്ഷിക്കൂ, BJPയെ പരാജയപ്പെടുത്തൂ. സംവിധാനങ്ങളെ, ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കൂ, BJPയെ പരാജയപ്പെടുത്തൂ. ഈ മുദ്രാവാക്യമാണ് ഇന്ന് നമ്മുടെ രാജ്യമാകെ അലയടിച്ചുയരുന്നത്. Mr. Modi came to Kerala. He attacked Comrade Pinarayi Vijayan. He attacked the LDF government in Kerala. I would like to ask Mr. Modi, the elections which are having today are not elections to the State Assembly of Kerala. These elections are to the Parliament of India. Parliament of India means we are going to elect a new government. That government is union government. Till now, Modi is Prime Minister, BJP is in power. What you have done for the country? Tell us, Modi, what you have done for the country. How India has progressed. How India has progressed. You are privatizing all public sector undertakings. Planning Commission, you criticize Nehru for anything, but you should know what Nehru did. As Prime Minister, Nehru established Planning Commission. As Prime Minister, Nehru laid the foundation for heavy industries, public sector industries. Now, Mr. Modi became Prime Minister, abolished Planning Commission, and he is privatizing all public sector undertakings, seaports, airports, even space stations are being handed over to Adanis, Ambanis. What is happening? The whole country is handed over to
corporate houses, whereas the poor people, the working people, toiling masses do not have access to their basic livelihood. How can we tolerate this? This is what we ask Modi, and Modi talks about corruption of Pinarayi Vijayan. I want to ask Modi, after Modi became Prime Minister, the electoral bonds system was brought. The electoral bond was discussed in Parliament. I was in Parliament. Mr. Arun Jaitley was Finance Minister. We, the communists, opposed corporate funding of elections, electoral bonds. Arun Jaitley did not listen. Arun Jaitley did a trick. He brought this legislation as a money bill. It became an act. Now it has been exposed. BJP is the number one party which made money through electoral bonds. That is the number one party. How many thousands of crores money BJP managed to get? Supreme Court said it is unconstitutional. Supreme Court ordered State Bank of India and Election Commission to place everything in public domain. Now it has been clear, BJP is number one party which made money. Now I ask Mr. Modi, the electoral bond is the biggest scam in post-independent India. It is the biggest scandal. It is the biggest political corruption in post-independent India. Ms. Modi, if you have any small honesty, will you accept? Your party is the most corrupt party in the country. You ask anybody, BJP is the most corrupt party in India. And Indian Express in Delhi gave a report how those people who are facing criminal cases, corruption charges, once they join BJP, all enquiries are given up, all charges are given up, and nothing happens. And they are there. Mr. Modi, can you explain this? I am not saying this. Indian Express paper reported. What is your response, Ms. Modi? That is where I am saying Modi is a demagogue. Modi is a demagogue. Modi is a liar. And Modi resorts to rhetorics and theatrics whenever he meets people. He must be sincere and tell the people. That is how we, the communists, we accuse Modi. Modi has betrayed the nation. BJP has betrayed the nation, betrayed the people. And Modi and BJP have no moral right to be in power. And they must be thrown out. They must be removed from seat of power. This is what, as left, as communists, we are saying. And we are telling the people, please think over. Our India, our mother India should survive. And its future must be safe on the basis of the constitution which we have today. That is why these elections should be understood as very critical for the country and its future. മോദി കേരളത്തിൽ വന്നിട്ട് സഖാവ് പിണറായി വിജയനെ ആക്രമിച്ചു LDF ഗവൺമെൻറ്റിനെ ആക്ഷേപിച്ചു. മോദി ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, കേന്ദ്ര സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ്. മോദി, നിങ്ങൾ പറയണം, നിങ്ങൾ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തത്? എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും നിങ്ങൾ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു. ആസൂത്രണ കമ്മീഷനെ ഇല്ലാതാക്കി. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തുറമുഖങ്ങളെയും വിമാനത്താവളങ്ങളെയും ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിക്കാത്ത രീതിയിൽ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു. പാവപ്പെട്ട ജനങ്ങൾ, അധ്വാനിക്കുന്ന ജനങ്ങൾ, അവർ ദൈനംദിന ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ ദരിദ്രരായിരിക്കുന്നു. ഒരു മുന്നോട്ട്
പാവപ്പെട്ട ജനങ്ങൾക്ക് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതിയെക്കുറിച്ച് മോദി പറയുന്നു. എന്തോ വലിയ തമാശയാണത്. ഇലക്ടറൽ ബോണ്ടിനേക്കാൾ വലിയൊരു അഴിമതി ഈ രാജ്യം കണ്ടിട്ടുണ്ടോ? BJP ഇലക്ടറൽ ബോണ്ടിലൂടെ ആയിരക്കണക്കിന് കോടി രൂപയാണ് BJP നേടിയത്. സുപ്രീം കോടതി അത് റദ്ദാക്കി. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ടറൽ ബോണ്ട് അഴിമതി. അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ മോദി, അല്പമെങ്കിലും ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, BJP ആണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി പാർട്ടി. അതിൻ്റെ വിശദ വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദ വിവരങ്ങൾ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഡൽഹി എഡിഷൻ വിശദമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. മോദി വെറും വാചകമടിക്കാരൻ മാത്രമാണ്, വെറും തറ വാചകമടിക്കാരൻ. മോദി രാഷ്ട്രത്തെ വഞ്ചിച്ചിരിക്കുന്നു, ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. അവർക്ക് അധികാരത്തിൽ തുടരാൻ, മോദിക്കും BJPക്കും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. BJPയെ, മോദിയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുകയാണ് ഇന്നത്തെ ആവശ്യം. സുഹൃത്തുക്കളെ, സഖാക്കളെ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കുവാൻ, സമ്പദ്ഘടനയെ സംരക്ഷിക്കുവാൻ മോദിയെയും BJPയെയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. So friends, comrades, that is why the situation demands we must have a strong presence of communists, leftists in Indian Parliament. That is the only guarantee to fight the right-wing fascist forces. That is the only guarantee to safeguard the Constitution, to safeguard secularism, federalism. If left communist strength is not increased in Parliament, no other force can stop and fight BJP. I am telling you. Even here, the Congress party is there. At national level, many things are happening. We work and we want a change of government, removing BJP. But in Kerala, how they are working? Being a centrist party, they may not take left of center position, but they are taking right of center position. Soft Hindutva, odd Hindutva. What is the politics of the UDF here? I want to ask, and no leader of Congress so far answered to my questions at Delhi or here. That is why people of Kerala should understand the victory of LDF means safeguarding Constitution, democracy. Whenever the left communists are strong in Parliament, we fought for democracy. We fought for the livelihood of the people, and we continue to fight. We will continue to fight. That is why we want, in the present elections, people of Kerala should vote for LDF. People of Kerala should vote for LDF. I am asking you, you will have to vote for LDF. Okay? And in this constituency, you will have to vote for the LDF candidate, Mr. Mukesh Ariwal Sutiyal Nakshatrav. Ariwal Sutiyal Nakshatrav. அந்த சின்னத்திற்கு நீங்கள் வாக்களிக்க வேண்டும். பெரியோர்களே, தாய்மார்களே, நாடு இன்றைக்கு ஒரு சவால் நிரம்பிய காலகட்டத்தில் நிற்கிறது. நாட்டினுடைய எதிர்காலம் என்ன ஆகுமோ, நாம் கட்டி காப்பாற்றி வந்த மதச்சார்பற்ற ஜனநாயகம், கூட்டாட்சி நெறிமுறைகள் என்ன ஆகுமோ என்ற கேள்வி எழுந்திருக்கிறது. நம்முடைய மக்களுக்கு எல்லாரும் பெற்று இல்லாத நிலை ஏற்பட்டு வல்லான் பொருள் குவிக்கும் தனி உடைமை நீங்கி வரவேண்டும் திருநாட்டில் பொது உடைமை என்று
மாபெரும் கவிஞர்கள் எல்லாம் ஏங்கினார்களே, அப்படிப்பட்ட ஒரு நல்ல சமுதாயம், ஜாதி வேறுபாடுகள் இல்லாத சமுதாயம், ஏழை பணக்காரன் இல்லாத சமுதாயம், பெண்கள் அனைத்து உரிமைகளையும் பெற்று ஆண்களுக்கு சரிநிகராக வாழுகிற ஒரு சமுதாயம், ஒரு புதிய சமுதாயம் இந்தியாவில் படைக்கப்பட வேண்டுமானால் வலதுசாரி பிற்போக்கு சக்திகள், மதவெறி ஃபாசிஸ்ட் சக்திகள் இந்த தேர்தலில் முறியடிக்கப்பட வேண்டும். நான் மதவெறி ஃபாசிஸ்ட் சக்திகள் என்று சொல்வது பாரதிய ஜனதா கட்சி, அது முறியடிக்கப்பட வேண்டும். ஒரு மாற்று ஆட்சி அங்கே அமைய வேண்டும். மக்களுக்கான ஆட்சி, நாட்டு நலனுக்காக செயல்படுகிற ஒரு நல்லாட்சி அங்கே அமைய வேண்டுமானால் கேரளாவில் LDF வெற்றி பெற வேண்டும். LDF வெற்றி பெற வேண்டும். இந்த தொகுதியில் LDF வேட்பாளர் அறிவாள் சுத்தியல் நட்சத்திரம் சின்னத்தில் வாக்குகளை பெற்று வெற்றி பெற வேண்டும். இந்த வேண்டுகோளை தான் உங்கள் முன்னால் நான் வைக்கிறேன். ப்ளீஸ் വോട്ട് ഫോർ LDF. താങ്ക് യു വെരി മച്ച്. കമ്മ്യൂണിസ്റ്റുകളുടെ ഇടതുപക്ഷത്തിൻ്റെ വലിയ പങ്കാളിത്തം പാർലമെൻറ്റിൽ ഉണ്ടാവണം. അതാണ് ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതാണ് മതനിരപേക്ഷതയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഗ്യാരണ്ടി. ഒരു മധ്യപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഒരു മധ്യ ഇടതുപക്ഷ മാർഗം പോലുമല്ല പിന്തുടരുന്നത്. അത് പിന്തുടരുന്നത് മധ്യ വലതുപക്ഷ മാർഗമാണ്. അവർ പിന്തുടരുന്നത് മൃദു ഹിന്ദുത്വമാണ്. ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് പാർലമെൻറ്റിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടുന്നത്, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷത്തിൻ്റെയും വർദ്ധിച്ച പങ്കാളിത്തം മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ട് ചെയ്യുക. ഈ നിയോജക മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുന്ന സഖാവ് M. മുകേഷിന് വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് രാജീവിന്. പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കലാജാഥ, ആ കലാജാഥയുടെ ഒരു കലാപരിപാടി ഉടൻ തന്നെ ഇവിടെ ആരംഭിക്കുന്നതാണ്. സഹകളെ, ഈ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സർ D. രാജയ്ക്ക് ഈ യോഗത്തിൻ്റെ പേരിൽ പാർലമെൻറ്റ് LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ പേരിലുള്ള ഇവിടെ കൂടിയ മുഴുവൻ സഖാക്കളുടെയും ജനാധിപത്യ വിശ്വാസികളുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ സർ അഡ്വക്കേറ്റ് K. രാജു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാർക്കും LDF പാർലമെൻറ്റ് കമ്മിറ്റിയുടെ പേരിലുള്ള ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗത്തിന് എത്തിച്ചേർന്ന എല്ലാ LDF പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ദേശാഭിമാനികൾക്കും LDFിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വിദ്യാർത്ഥികളുടെ